ഹായ് ഫ്രണ്ട്സ്, ഐ എം ധന്യ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ സൂപ്പർ ഫുഡ് കൊണ്ടുള്ള ഒരു പെരട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സൂപ്പർ ഫുഡൊന്നുമല്ല, നമ്മുടെ ചക്കക്കുരുവാണ്. നമ്മുടെ ചക്കയിൽ നിന്ന് കിട്ടുന്ന ചക്കക്കുരുവാണ് സൂപ്പർ ഫുഡായിട്ട് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു എന്ന് പറയുന്നത് ഹൈലി ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡ്സ് തന്നെയാണ്. കാരണം ഇതിൽ ധാരാളമായിട്ടുള്ള പ്രോട്ടീന്, ഫാറ്റ്, സ്റ്റാർച്ച്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അയണ്, സിങ്കും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരുവിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ചക്കക്കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നടുകെ ചീന്തി എടുക്കുകയാണ്. ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു തൊലി മാത്രമേ ഉള്ളൂ. ഉള്ളിലൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു തൊലി കൂടി സാധാരണ ചക്കക്കുരുവിൽ ഉണ്ടാവാറുണ്ട്, ഇതിനില്ല. ആ തൊലിയോട് കൂടി ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ്. ബ്രൗൺ നിറത്തിലുള്ള തൊലിയോട് കൂടിയിട്ട് നമുക്ക് ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇൻഫെക്ഷൻ ഡിസീസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ് എന്നിവയെ തടഞ്ഞു നിർത്താൻ ചക്കക്കുരു ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നന്നാക്കി ക്ലീൻ ചെയ്തിരിക്കുന്ന ചക്കക്കുരു ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചക്കക്കുരു 2 ചീന്താക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചീന്തായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് തന്നെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കക്കുരു നല്ല വേവ് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു 5 വിസിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീൻചട്ടിയിലേക്ക് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ ഞാനിവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നന്നായിട്ട് മൂത്തിയിട്ട് വരുമ്പോൾ ഞാനിവിടെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ നമുക്ക് എത്രത്തോളം ചേർക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ചക്കക്കുരുവിൻ്റെ പെരട്ടിൻ്റെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മുടെ ചക്കക്കുരു വേവിച്ച വെള്ളമാണ്, അത് കളയാൻ പാടില്ല. അതിലാണ് ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരുവിൽ ധാരാളമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചക്കക്കുരു കഴിക്കുന്നത് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ നല്ലതാണ്. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളം ഒന്ന് വറ്റി പെരട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചക്കക്കുരു തോരനായിട്ടും അതുപോലെ തന്നെ കറിയിലിട്ടും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ചക്കക്കുരു എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അത്രത്തോളം ശരീരത്തിന് ഗുണകരമാണ്. ഇപ്പോൾ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രത്തോളം മതി. നമ്മുടെ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും ഹെൽത്തിയും അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയുമാണ് ഈ ചക്കക്കുരുവിൻ്റെ പെരട്ട് എന്ന് പറയുന്നത്. ഞാൻ ചക്കക്കുരുവൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സമയം കിട്ടുമ്പോൾ ചക്കക്കുരുവൊക്കെ നന്നാക്കി വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചക്കക്കുരുവിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചക്കക്കുരു കഴിച്ചാൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറയും. അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് നമ്മുടെ ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ അത് ഒഴിവാക്കാതെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്